അതെ, SSLC പരീക്ഷാ ഫലം മറ്റന്നാൾ തന്നെ പ്രഖ്യാപിക്കും. ഇന്ന് ചേരുന്ന പരീക്ഷാ ബോർഡ് യോഗത്തിനു ശേഷമാകും തീരുമാനം പ്രഖ്യാപിക്കുക. ഫലപ്രഖ്യാപനം സംബന്ധിച്ച് വിദ്യാഭ്യാസ ഡയറക്ടർ ചീഫ് സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തി. ഹാൻസ് ജോൺ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. വെള്ളിയാഴ്ച ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്നറിഞ്ഞു. പക്ഷേ ഇതാര് പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിലായിരുന്നു ആശങ്കയും ആശയക്കുഴപ്പവും. ഇന്നത്തെ പരീക്ഷാ ബോർഡ് യോഗത്തിൽ അക്കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകും, അല്ലേ? തീർച്ചയായും സേതു, ആരാണ് SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന പരീക്ഷാ ബോർഡ് യോഗം തീരുമാനിക്കും. ഇന്ന് വൈകിട്ട് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷിൻ്റെ നേതൃത്വത്തിലാണ് ഈ യോഗം നടക്കുന്നത്. ഈ യോഗത്തിൻ്റെ പ്രധാന അജണ്ട ഈ ഏപ്രിൽ 2ാം വാരം ആരംഭിച്ച SSLC മൂല്യനിർണ്ണയം മെയ് 2ാം തീയതി അവസാനിച്ചിരുന്നു. ഇതിന് അംഗീകാരം നൽകുക എന്നുള്ളതാണ് ഈ പരീക്ഷാ ബോർഡ് യോഗത്തിൻ്റെ പ്രാഥമിക ചുമതല. അതിനുശേഷമായിരിക്കും ആര് ഈ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുക. സാധാരണഗതിയിൽ മന്ത്രിയെ കൊണ്ട് പ്രഖ്യാപിക്കുന്നതാണ് കീഴ്വഴക്കമെങ്കിലും നിലവിൽ മന്ത്രിസഭ രൂപീകരിച്ചിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രി ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ തന്നെ പ്രഖ്യാപിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കായിരിക്കും ഇന്നത്തെ യോഗം എത്തിച്ചേരുക. ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് മുഖ്യമന്ത്രിയുടെ പേരിലേക്ക് ഒരു അന്തിമ തീരുമാനം എത്തുകയാണെങ്കിൽ മാത്രം ചെറിയൊരു പ്രതീക്ഷ വിദ്യാഭ്യാസ വകുപ്പ് വയ്ക്കും. അത് നാളെയോ മറ്റന്നാളോ ഈ വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ തീരുമാനമാകുകയാണെങ്കിൽ മാത്രം ചിലപ്പോൾ തീയതിയിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ കണക്ക് കൂട്ടുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് അവരുടെ കണക്കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച തന്നെ പ്രഖ്യാപിക്കും. തീയതിയിൽ മാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഇല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരിക്കും ഈ പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. ശരി ഹാൻസ്, ശരി.